ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു നല്ല ദിനം കൂടെ നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ നല്ലവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ ദിനവും നമുക്കായിരിക്കാൻ സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവയുടെ കണ്ണ് അത് ഈ ഭൂമിയിലൊക്കെയും എല്ലായിടത്തുമുണ്ട്. നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന ആ നല്ല സ്നേഹിതനായ കർത്താവ് നമ്മുടെ വഴി തെറ്റാതിരിക്കാൻ, നമ്മുടെ പാതകൾ തെറ്റിപ്പോകാതിരിക്കാൻ അവന്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ മേൽ വെച്ചിരിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ആ ഇമകളെ തെറ്റിച്ചുകൊണ്ട് നാം നടന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം അതിൽ നിന്നും മാറി മടങ്ങി വരട്ടെ. നമ്മെ കാണുന്ന യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്. അതുകൊണ്ട് മറച്ചു വെക്കാൻ കഴിയത്തില്ല. മൂടി വെച്ചതൊന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെ ഇരിക്കുകയുമില്ല എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. ഇന്ന് പകൽക്കാലം എല്ലാം അറിയുന്ന ആ നല്ല സ്നേഹിതനായ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കും ചേർന്ന് പറയാം, കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമെന്ന്. കർത്താവിന്റെ സന്നിധിയിൽ പ്രത്യാശയോടും ധൈര്യത്തോടും ഇന്ന് പകൽക്കാലമായതുകൊണ്ട് ഭയത്തോടെ വിറയലോടെ ആ ദൈവത്തെ നമ്മെ സേവിക്കാം. നമ്മെ അറിയുന്ന, നമ്മെ കാണുന്ന ഒരു ദൈവം നമ്മോടൊപ്പമുണ്ട്. വലിയവനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.